അടികൊണ്ട് വശം കെട്ടാണ് ട്രംപ് ഇറാനുമായുള്ള യുദ്ധം നിർത്താൻ തീരുമാനിച്ചത്. ട്രംപിനൊന്നും നേടാൻ കഴിഞ്ഞില്ല. ട്രംപ് ആവട്ടെ അമേരിക്കൻ സൈന്യമാവട്ടെ സമീപകാലത്തുണ്ടായ ഏറ്റവും വലിയ തകർച്ച നേരിടുന്നു. ഇത് മറ്റാരും പറഞ്ഞതല്ല, വാഷിങ്ടൺ പോസ്റ്റ് പത്രത്തിൻ്റെ റിപ്പോർട്ടാണ്. വാഷിങ്ടൺ പോസ്റ്റ് 128 ഹൈ റെസൊല്യൂഷൻ സാറ്റലൈറ്റ് ഇമേജുകൾ അനലൈസ് ചെയ്ത് അമേരിക്കയ്ക്ക് ഈ ഫെബ്രുവരി 28 മുതൽ നടന്ന ഈ യുദ്ധത്തിലുണ്ടായ വലിയ നാശനഷ്ടങ്ങളുടെ വളരെ സവിസ്തരമായ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ട്. അത് പറയുന്നത് ഏതാണ്ട് 228 സ്ട്രക്ചേഴ്സും ഉപകരണങ്ങളും എക്യുപ്മെൻറ്റ്സും അമേരിക്കയ്ക്ക് നഷ്ടപ്പെട്ടു. അമേരിക്കയുടെ ഗൾഫ് മേഖലയിലുള്ള 15 മിലിറ്ററി സൈറ്റ്സ് തകർന്ന് തരിപ്പണമായി. ഇമേജുകളൊക്കെ വെരിഫൈ ചെയ്തിട്ട് വാഷിങ്ടൺ പോസ്റ്റ് പറയുക, ആ ഇമേജൊക്കെ അവർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, സാറ്റലൈറ്റ് ഇമേജ്. അപ്പോൾ അതിനകത്ത് ലിസ്റ്റ് നോക്കണം സാർ. അതിനകത്ത് അവർ പറയുന്ന ഫ്യൂവൽ ഡിപ്പോകൾ, എയർക്രാഫ്റ്റുകൾ, റഡാറുകൾ, കമ്മ്യൂണിക്കേഷൻ എക്യുപ്മെൻറ്റ്സ് ഒക്കെ തകർന്നു. അതായത് ഇന്ത്യ പറയുന്നത് അവരുടെ US-ലെ 5th ഫ്ലീറ്റ് ഹെഡ്ക്വാർട്ടേഴ്സ് ബഹ്റിനിലാണ്, തവിട് പൊടിയേപ്പോയി. കുവൈറ്റിൽ അലി അൽ സലീം ക്യാമ്പ്, ആരിഫ് ജാൻ US ആർമി റീജിയണൽ ഹെഡ്ക്വാർട്ടേഴ്സ്, ക്യാമ്പ് ബ്യൂബറിങ്, അവിടെയൊക്കെയുള്ള വിമാനങ്ങൾ, ഹാങ്കറുകളൊക്കെ തകർന്നു. എന്നിട്ട് ഏറ്റവും ലീത്തൽ എന്നിവർ പറയുന്ന അവരുടെ പാട്രിയറ്റ് മിസൈൽ സിസ്റ്റം തകർത്തു. ഒരു പവർ പ്ലാന്റ് നശിപ്പിച്ചു. 5 ഫ്യൂവൽ സ്റ്റോറേജ് സൈറ്റുകൾ ഇറാൻ തകർത്തു. ഖത്തറിലാണെങ്കിൽ അൽ ഉദൈദ് എയർബേസിൽ ഉണ്ടായിരുന്ന സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം തകർത്തു. ഏറ്റവും പ്രധാനപ്പെട്ടത്, ലോകത്തെ ഏറ്റവും കരുത്തുറ്റ വ്യോമ പ്രതിരോധ സന്നാഹം എന്ന് പറഞ്ഞ് അമേരിക്ക ഖത്തറിൽ കൊണ്ടുവച്ചിരിക്കുന്ന താഡ് റഡാർ സിസ്റ്റം, അത് ഖത്തറിലല്ല ജോർദാനിലും UAE-യിലും ഉള്ളത് നശിച്ച് നാമാവശേഷമായിപ്പോയി. ഇനി സൗദി അറേബ്യയിലാണ് E3 സെൻറ്റിനറി കമാൻഡ് ആൻഡ് കൺട്രോൾ എയർക്രാഫ്റ്റ്, അത് അവാക്സ് ആണ്, അത് പ്രിൻസ് സുൽത്താൻ എയർബേസിലുണ്ടായിരുന്നു, തകർന്നു. റീഫ്യൂവലിംഗ് ടാങ്കർ വിമാനങ്ങൾ തകർന്നു. 40 ഡ്രോണുകൾ തകർന്നു. 40 ഡ്രോൺ എന്ന് പറയുമ്പോൾ നമ്മൾ ഫോട്ടോഗ്രാഫർമാരുടെ ഡ്രോണല്ല, കൂറ്റൻ ഡ്രോണുകൾ 24 MQ-9 റീപ്പർ ഡ്രോൺസ്, ഒന്നിന് $30 മില്യൺ. MQ-4C ട്രിട്ടോൺ 240 മില്യനാണ് ഒരെണ്ണത്തിൻ്റെ വില. അങ്ങനത്തെ 40 ഡ്രോണുകൾ തകർന്നുപോയി. ഇത് തീർന്നില്ല, 4 F-15 ഈഗിൾ വിമാനങ്ങൾ തകർന്നു. അതിൽ 3 ഫ്രണ്ട്ലി ഫൈറ്റിൻ്റെ ഭാഗമായി കുവൈറ്റ് വെടിവെച്ചിട്ടതാണെന്നാണ് അമേരിക്ക പറയുന്നത്. പിന്നെ ഒരെണ്ണം A-10 വാർത്തോക്ക് തകർന്നു. F-35 ഒരെണ്ണം വെടിവെച്ചിട്ടു എന്ന് ഇറാൻ തുടക്കം മുതലേ പറയുന്നുണ്ട്, അമേരിക്ക സമ്മതിച്ചിട്ടില്ല. പിന്നീട് എബ്രഹാം ലിങ്കൺ US എയർക്രാഫ്റ്റ് കാരിയർ, അതിന് എന്തോ പരിക്ക് പറ്റി, അതവിടുന്ന് മാറ്റിക്കൊണ്ടുപോയി. അവർ പറഞ്ഞ ലോണ്ട്രിയിലുണ്ടായ തീപിടുത്തം കാരണമാണെന്നാണ് പറയുന്നത്. അത് മറ്റേ ഇറാൻ പറയുന്ന ജെറാൾഡ് ഫോർഡാണ്. എബ്രഹാം ലിങ്കൺ ആക്രമിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എബ്രഹാം ലിങ്കൺ കുറച്ചായിട്ട് ആ സീനിലുണ്ടായിരുന്നു, അവിടുന്ന് മാറ്റിക്കൊണ്ടുപോയി. അങ്ങനെ അത് മാത്രമല്ല, അവരുടെ 7 സർവീസ് പേഴ്സണൽസ് കൊല്ലപ്പെട്ടു. 6 പേര് കുവൈറ്റിലാണ്, ഒരാൾ സൗദി അറേബ്യയിലാണ്. 400ഓളം അമേരിക്കൻ ഭടന്മാർക്ക് പരിക്ക് പറ്റി. അതായത് 40 മുതൽ $50 ബില്യൺ വരെ, ബില്യൺ ഡോളർ വരെ യുദ്ധത്തിൽ ചെലവുണ്ടായി. അമേരിക്കയുടെ ഡിഫൻസ് ബജറ്റിൽ 42% വർധനവ് വേണമെന്ന് പ്രസിഡന്റ് പെൻറ്റഗൺ ആവശ്യപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നു. പക്ഷേ ഡെമോക്രാറ്റ്സ് പറയുന്നത് അത്രയൊന്നുമല്ല. 630 ബില്യൺ മുതൽ ഏതാണ്ട് 1 ട്രില്യൺ വരെ അമേരിക്കയ്ക്ക് നാശനഷ്ടമുണ്ട്. അമേരിക്കയ്ക്ക് ഒന്നും നേടാൻ പറ്റില്ല. എൻറിച്ച്ഡ് യുറേനിയം കിട്ടിയില്ല. അവരുടെ ആക്രമണശേഷി തകർക്കാൻ കഴിഞ്ഞിട്ടില്ല. അവിടേക്കൊക്കെ ബോംബൊക്കെ ഇട്ട് ഇറാനെ ഉഴുതുമറിച്ചു. പക്ഷേ ഇറാൻ്റെ പ്രതിരോധശേഷിയും പ്രതികരിക്കാൻ, പ്രത്യാക്രമണം നടത്താനുള്ള ശേഷിയും തകർക്കാൻ കഴിഞ്ഞില്ല. ഹോർമുസിലെ കടൽ മൈനുകൾ നീക്കാൻ കഴിഞ്ഞില്ല. ഹോർമുസിൽ നിർബാധം കപ്പൽ യാത്ര ഉറപ്പാക്കാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞില്ല. ഗത്യന്തരമില്ലാതെ പിന്മാറുക മാത്രമായിരുന്നു. അതിലൊക്കെ ഉപരി ഈ വാഷിങ്ടൺ പോസ്റ്റ് ആവർത്തിച്ച് പറയുന്നൊരു കാര്യമുണ്ട്, വെറുതെ ഇറാൻ അങ്ങനെ ചന്നം പിന്നം തുരുതുരാ റോക്കറ്റ് വിട്ടിട്ടല്ല ഈ സാധനങ്ങളൊക്കെ തകർത്തിരിക്കുന്നത്. കൃത്യമായി പ്രിസിഷൻ ഗൈഡഡ് ആയിട്ടുള്ള ആക്രമണമാണ്. അതിനുള്ള ടെക്നോളജി ഇറാന് ആരോ കൊടുത്തിട്ടുണ്ട്. ചൈനയാകാം, റഷ്യ ആയിരിക്കാം, വളരെ കൃത്യമായി. അപ്പോൾ ഈ യുദ്ധത്തിൽ അമേരിക്ക തോറ്റിരിക്കുന്നു. അമേരിക്കയെ തച്ച് തകർത്തു
ഇറാൻ എന്നാണ് വാഷിങ്ടൺ പോസ്റ്റ് പറഞ്ഞു വെക്കുന്നത്. സുനിൽ, ഈ പറഞ്ഞതിൽ അങ്ങ് പറഞ്ഞ കണക്കുകളുടെ 75-80% കണക്കുകളും അമേരിക്കൻ ഗവൺമെൻറ് തന്നെ അവരുടെ പ്രതിരോധ വകുപ്പ് തന്നെ അംഗീകരിച്ചിട്ടുള്ളതാണ്. കപ്പലുകൾക്ക് എന്താ പറയണ തകർച്ച നേരിട്ടതും വിമാനങ്ങൾ തകർന്നതും എല്ലാം അതാത് ദിവസങ്ങളിൽ തന്നെ അവരുടെ വാർത്താ ഏജൻസികളും പിന്നെ ടെലിവിഷൻ ചാനലുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. CNN പിന്നെ അതേപോലെ ഫോക്സ് ന്യൂസും ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, എല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവർ ഒളിച്ചു വെച്ചിട്ടില്ല. പിന്നെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ എല്ലായിടത്തും കാണുമല്ലോ ഈ മലയാള മനോരമേനെയും പിന്നെ മാതൃഭൂമിനെയും പോലുള്ള വാർത്തകൾ. ഇവിടെ നരേന്ദ്രമോദി അവിടുത്തെ സംശയമുണ്ടോ? ഈ മലയാള മനോരമ എന്ന് പറയുന്ന ഇന്ത്യയിലത്തെ വാഷിങ്ടൺ പോസ്റ്റാണ്. പിന്നെ ന്യൂയോർക്ക് ടൈംസ് എന്ന് പറയുന്നത് അമേരിക്കയിലത്തെ മാതൃഭൂമിയാണ്. അപ്പം അത് അവർക്ക് ഹിഡൻ അജണ്ട എന്ന് പറയുന്നത് ട്രംപിന് അവർക്ക് ഇഷ്ടമല്ല. ഈ അവരിപ്പോഴും അവർ ഒരു മേക്ക് ബിലീവ് വേൾഡിലാണ് അവർ താമസിക്കുന്നത്. ഈ പത്രങ്ങൾക്ക് എത്രമാത്രം സർക്കുലേഷൻ ഉണ്ട്, എത്രമാത്രം ജനങ്ങൾ അത് വായിക്കുന്നുണ്ട് എന്നതിനെ കുറിച്ചിട്ട് അങ്ങ് ഒരു ഗവേഷണം നടത്തേണ്ടതാണ് യഥാർത്ഥത്തിൽ. ഞാൻ പലരോടും ചോദിക്കാം, അവരൊക്കെ പറയാം ഞങ്ങളും കാണാറില്ല, ആരും വായിക്കണോ ആ പത്രം എന്നാണ് പറയണത്. എല്ലാവരും നല്ല വലിയ ഉദ്യോഗസ്ഥന്മാർ, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇത് ഈ യുദ്ധത്തിന് അമേരിക്കക്കാർ പൊതുവെ എതിരായിരുന്നു. എന്തിനാണ് വല്ലവൻ്റെ നാട്ടിൽ നടക്കുന്ന യുദ്ധത്തിന് നമ്മൾ ഇവിടുന്ന് പോകണം എന്നാണെന്ന്. ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് 12 അമേരിക്കക്കാരെ മരിച്ചിട്ടുള്ളൂ ഇതുവരെയായിട്ടും. 12 7 പേരെ മരിച്ചിട്ടുള്ളൂ. അഫ്ഗാനിസ്ഥാനിലോ ഇറാഖിലോ മരിച്ച അത്രയും അമേരിക്കക്കാരൊന്നും മരിച്ചിട്ടൊന്നുമില്ല. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ദിവസം പെട്ടിയിലാക്കി കൊണ്ടുപോകായിരുന്നു അമേരിക്കൻ സൈനികരെ. കരയുദ്ധത്തിന് അമേരിക്ക പോയില്ല. ഇത് എന്താണെങ്കിലും അമേരിക്കയ്ക്ക് ഒരു ക്ഷീണം പറ്റിയിട്ടുണ്ട്. അവർ $1.5 ട്രില്യൺ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ എന്താ പ്രതിരോധ ബഡ്ജറ്റിൽ. ഇത് എന്താ, പക്ഷേ യുദ്ധം തോറ്റു അമേരിക്ക യുദ്ധം തോറ്റു, ഇറാൻ തോറ്റിട്ടില്ല എന്ന് പറയുന്നത് നമ്മുടെ മുക്കാൽ ചാനലിൻ്റെ ഒരു ക്യാമ്പയിൻ പോലെ എനിക്ക് തോന്നിയത്. കാരണം അവർ പറഞ്ഞിരിക്കുകയാണെങ്കിൽ ബെഞ്ചമിൻ നെതന്യാഹു ഒക്കെ ഇസ്രായേലിൽ വിട്ട് പിച്ചെടുക്കാൻ പോയേക്കാണ്, മരിച്ചുപോയി. എന്നാണ് കൊടുത്തിരിക്കണം. അപ്പോൾ അതേപോലെയുള്ള ഒരു വാർത്തയാണ്. കാരണം നമുക്കറിയില്ലേ, വാഷിങ്ടൺ പോസ്റ്റും ഇപ്പോൾ ന്യൂയോർക്ക് ടൈംസൊക്കെ ആരുടെ ഉടമസ്ഥതയിലുള്ളതാണെന്നറിയില്ല. ഏതെങ്കിലും കോയമാരുടെ, ദുബായിലുള്ള കോയമാരുടെ പത്രമായിരിക്കാനാണ് സാധ്യത. അത് അല്ലെങ്കിൽ ഇത്രമാത്രം അമേരിക്കൻ വിരുദ്ധത അതിനകത്ത് വരാൻ സാധ്യതയില്ല. എന്താ കുഴപ്പമെന്നറിയാം, അവിടത്തേക്കുള്ള ഈ കുടിയേറ്റം അവർ സ്ട്രിക്റ്റാക്കി അമേരിക്ക. അപ്പോൾ അതുപോലെ പണ്ടത്തെ പോലെ ഓടിച്ചെല്ലാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ നിന്നുള്ള ചാക്കനും പോക്കനൊക്കെ ഓടി അമേരിക്കയ്ക്കാണ് പോണത് കാശുണ്ടാക്കാനായിട്ട്. അമേരിക്കനെ കുറ്റം പറയുകയും ചെയ്യും, അവിടെ പോയി ജോലി എടുത്ത് കാശുണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ ആ ദേഷ്യം മുഴുവൻ തീർക്കണ ട്രംപിനെ ചീത്ത പറഞ്ഞുകൊണ്ടാണ്. ട്രംപ് കുടിയേറ്റ നിയമങ്ങൾ സ്ട്രിക്റ്റാക്കി. അപ്പോൾ കിട്ടണെടുത്ത് വെച്ച് ട്രംപിന് എന്താ പറയണ പണി കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ബോബ് വുഡ്വേർഡ് എന്ന് പറഞ്ഞ ഒരു എഴുത്തുകാരനാണ്. ഓൾ ദ പ്രസിഡൻറ്റ്സ് മെൻ എന്ന് പറഞ്ഞ റിച്ചാർഡ് നിക്സന്റെ വീഴ്ചയ്ക്ക് കാരണക്കാരനായ അയാൾ പുസ്തകം എഴുതിയിരുന്നു, ട്രംപിന് ദ ഫിയർ, ദ ഫ്യൂറി, ദ റൈറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിനകത്ത് ഏറ്റവും അവസാനം എഴുതിയ പ്രസിഡന്റ് ട്രംപിനെ അവസാനമായി ഇൻ്റർവ്യൂ ചെയ്ത പത്രപ്രവർത്തകൻ ഞാനാണെന്നൊക്കെയാണ് അത് എഴുതിയേക്കുന്നത്. അപ്പം ഞാനത് റിവ്യൂ ചെയ്തപ്പോൾ ഞാൻ എഴുതി, ഇനിയും പ്രസിഡന്റ് ട്രംപ് ഇനിയും തിരിച്ചു വരും, ഒരു തവണ തോറ്റുപോയി എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചു വരായിക ഒന്നും ഉണ്ടാവില്ല. അദ്ദേഹം തിരിച്ചു വരിക തന്നെ ചെയ്യും. ചിലപ്പോൾ ബോബ് വുഡ്വേർഡ് പിന്നെയും പോയി ഒന്നോടെ എഴുതേണ്ടി വരും എന്ന് ഞാൻ പറയുകയും ചെയ്യും റിവ്യൂ എല്ലാം. നമ്മൾ എഴുതേണ്ട റിവ്യൂ മറ്റാരും ആരും വായിക്കാനായിട്ടല്ലേ. അപ്പം ഇത് അറിയാവുന്ന കാര്യങ്ങൾ എഴുതി വയ്ക്കുക എന്നുള്ളതാണ് എൻ്റെ ജോലി. അപ്പം ഞാനത് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു നമ്മൾ പറയണ പോലെ ഇത് അത്ര വലിയൊരു വിശ്വസനീയത ഇതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അമേരിക്ക അധികമൊന്നും ഒളിച്ചു വെച്ചിട്ടില്ല. പക്ഷെ അമേരിക്കയ്ക്ക് കുറേ നഷ്ടം ഉണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും. അത് യുദ്ധത്തിൽ പങ്കെടുത്ത ആർക്കും നഷ്ടം ഉണ്ടാവും. ഇപ്പം ചൈനയുടെ വിമാനത്തിൻ്റെയൊക്കെ കേപ്പബിലിറ്റി അറിയണം എന്നുണ്ടെങ്കിൽ ചൈനീസ് വിമാനങ്ങൾ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ടാവണമല്ലോ. ചൈനയുടെ വിമാനം അവർ നടക്കാൻ പറഞ്ഞിട്ട് കാലം കുറേ ആർക്കും വേണ്ട. അത് ഒരു സാധനവും വേണ്ട. അപ്പോൾ അതൊന്ന്. പിന്നെ വേറെ ഈ യുദ്ധം ഇവർക്ക് അവോയ്ഡ് ചെയ്യാമായിരുന്നു. പക്ഷേ അവരെ സംബന്ധിച്ചോളം അവർ ഭയന്ന് പോയി. ഇവരുടെ എന്താണ് എൻറിച്ച്ഡ് യുറേനിയവും പിന്നെ യുറേനിയം എൻറിച്ച് ചെയ്യാനുള്ള സംവിധാനവും ഇവർക്ക് ഇല്ലാതാക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു അമേരിക്കയ്ക്ക്. അപ്പോൾ അത് നടന്നിട്ടില്ല അവർക്ക്. അപ്പോൾ പിന്നെ അമേരിക്ക ഇപ്പോൾ ഏകപക്ഷീയമായി യുദ്ധം വേണ്ട, അല്ല ഇനി വേണ്ട, സമാധാനം മതി എന്ന് തീരുമാനിക്കാൻ എന്തായിരിക്കും കാരണം? പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ നമ്മൾ അറിയാത്ത എന്തെങ്കിലും ഡീലുണ്ടോ? ഇല്ല സുനിൽ, ഇതൊരു കാര്യമുണ്ട്. പറയുന്ന ട്രംപാണല്ലോ.
ട്രംപ് പറയുന്നതാണല്ലോ, നമുക്ക് നാളെ നേരം വിളിച്ചാകുമ്പോൾ കാണാം ചിലപ്പോൾ അയാൾ പറയും ഇന്ന് നിർത്തിയിട്ടൊന്നുമില്ല, ഞാൻ യുദ്ധം പിന്നെയും തുടങ്ങും എന്നുള്ള രീതിയിൽ അയാൾ പറയും. പക്ഷേ ഞാൻ ഒരിക്കൽ പറഞ്ഞില്ലേ, സിയാവുള്ളക്കിന് ചീഫ് മാർഷൽ ലോ അഡ്മിനിസ്ട്രേറ്റർ, മുഖ്യ പട്ടാള ഭരണാധികാരി, അങ്ങനെയാണ് അയാളുടെ ഡെസിഗ്നേഷൻ, CML. അപ്പോൾ അയാളോട് ചോദിച്ചു, അയാൾ പട്ടാളം മറ്റേ ഭൂട്ടാനെ പുറത്താക്കി അധികാരം പിടിച്ചെടുത്താണല്ലോ, കൂപ്പ് നടത്തിയിട്ട്, മിലിറ്ററി നടത്തിയിട്ട്. അപ്പോൾ അയാൾ അന്ന് പറഞ്ഞു തെരഞ്ഞെടുപ്പ് ഉടനെ തന്നെ ഉണ്ടാവും എന്ന് പറഞ്ഞു. പിന്നെ എപ്പോൾ പത്രക്കാർ ചോദിച്ചാലും പറയും ഉടനെ തന്നെ തെരഞ്ഞെടുപ്പ് ഉണ്ടാവും. അപ്പോൾ ആര് ചോദിച്ചു, അടുത്ത മാർച്ച് മാസത്തിൽ തെരഞ്ഞെടുപ്പ് ഉണ്ടാവും, പിന്നെ അടുത്ത മാർച്ച് മാസം തന്നെ തെരഞ്ഞെടുപ്പ് നടത്തും എന്ന് പറഞ്ഞു. പിന്നെ അയാളോട് വേറെ എവിടെ പോയപ്പോൾ പത്രക്കാർ ചോദിച്ചു, അല്ല മാർച്ച് കഴിഞ്ഞല്ലോ, തെരഞ്ഞെടുപ്പ് നടത്തിയില്ല. എന്ത് മാർച്ച്? അല്ല നിങ്ങൾ പറഞ്ഞിരുന്നില്ലേ മാർച്ച് മാസത്തിലെ തെരഞ്ഞെടുപ്പ് നടത്തുന്നു. എൻ്റെ പേര് തന്നെ ഡെസ്റ്റിനേഷൻ CML എന്നാണ്, ക്യാൻസൽ മൈ ലാസ്റ്റ് അനൗൺസ്മെൻറ്റ്. അതിൻ്റെ വേറൊരു വേർഷനാണ് നമ്മുടെ ട്രംപ്. എന്താ പറയണത്, പലതരം ഗെയിംസ് ലോകത്തിനെ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് അയാൾ അത്ര ലാഘവത്തോടെ കൂടി അത് എടുത്തിട്ടുള്ളൂ. അവർ തോറ്റു തുന്നമ്പാടി തരിപ്പണ എന്നൊക്കെ പറയണതിൽ എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. അമേരിക്കൻ എക്കോണമി ഈസ് വെരി പവർഫുൾ. ഇന്നും അമേരിക്കൻ ഡോളേഴ്സിലാണ് അന്താരാഷ്ട്ര വാണിജ്യവും വ്യാപാരം നടക്കുന്നത്. അപ്പോൾ അതെന്തുകൊണ്ട് സാധിക്കണം? അയാൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ 1 ലക്ഷം പേർക്കാണ് കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് അഡീഷണലായിട്ട് ജോലി കിട്ടിയതെന്ന്. പിന്നെ അയാൾ പറയുന്നുണ്ട്, ഇവിടെ വന്ന് ജോലി അമേരിക്കക്കാർക്ക് കിട്ടേണ്ട ജോലി തട്ടിയെടുക്കാൻ ഞാൻ ഒരു മനുഷ്യനെയും സമ്മതിക്കില്ല. അതൊക്കെയാണ് ഇവരെ ചൊടിപ്പിച്ചിരിക്കണം. പിന്നെ അതുമാത്രമല്ല, അവിടെ പോയി ഹാർവേഡിലും അമേരിക്കയിലെ മറ്റ് യൂണിവേഴ്സിറ്റികളിലെല്ലാം പോയിട്ട് അമേരിക്കക്കെതിരെ ടുക്കുട കരുതുക എന്നൊക്കെ പറഞ്ഞാൽ അവർ ഇന്ത്യയാണ് ഇതൊക്കെ സഹിച്ചുകൊണ്ടിരിക്കാനായിട്ട് അവർ സമ്മതിക്കില്ല. അവരപ്പം പിടിച്ച് പുറത്താക്കുക ആൾക്കാരെ. അപ്പം അത്രയേ ഉള്ളൂ. അതിനൊരു ഈ യുദ്ധം നിർത്തേണ്ടത് തന്നെയാണ്. പക്ഷേ അവസാനിക്കണം. എംബാർഗോ യുദ്ധം നിർത്തി, പക്ഷെ എംബാർഗോ പിൻവലിച്ചോ, ബ്ലോക്കേഡ് പിൻവലിച്ചോ, അതേക്കുറിച്ചൊരു ക്ലാരിറ്റി വന്നിട്ടില്ല. അതാണ് കുഴപ്പം. യുദ്ധം നിന്നു ഇയാൾ കുറച്ച് ദിവസമല്ലേ പറയാൻ തുടങ്ങിയിട്ട്. ഇപ്പോഴാണ് എഴുതിയേക്കുന്നത് ബ്ലോക്കേഡ് പിൻവലിച്ചിട്ടില്ല. ഇറാനിലെ പോർട്ടുകളിലേക്കോ ഇറാനിലെ പോർട്ടുകളിൽ നിന്ന് പുറത്തേക്കുള്ള കപ്പലുകളെ അവർ പുറത്തേക്ക് വിടണില്ല. അവർ അലൗ ചെയ്യുന്നില്ല. ഇപ്പോൾ US നേവൽ ഷിപ്സ് ആർ നേവിഗേറ്റിംഗ് ഷിപ്സ് ഓഫ് അതർ കൺട്രീസ് എന്നാണ് പറയുന്നത്, ഫ്രം ഹോർമുസ് സ്ട്രെയ്റ്റ്സ്. അങ്ങോട്ട് പോവാതിരിക്കാൻ വേണ്ടി ചെവിക്ക് പിടിച്ചു കൊണ്ടുപോയത് അങ്ങോട്ട് പോകണ്ട, വേറെ വഴിയുണ്ട് അല്ലേ? അപ്പോൾ അതാണ് ഇത്. യുദ്ധമൊന്നും അയാൾ യുദ്ധമില്ല, ആൾക്കാരെ കൊല്ലലും തൽക്കാലം നിർത്തി വെച്ചിട്ടുണ്ടാവും. എനിക്ക് തോന്നുന്നു നമ്മുടെ മാധ്യമങ്ങൾക്ക് അത് മനസ്സിലായി തോന്നുന്നു. കാരണം യുദ്ധം ഇന്ന് പത്രത്തിൽ നിന്ന് വലിയ വാർത്ത കൊടുക്കുമല്ലോ. കാരണം ദിവസം പറയണല്ലേ, ഒരു ദിവസം പറയും ഞാൻ യുദ്ധം നിർത്തി പറയും, പിന്നെ ഇല്ലല്ല യുദ്ധം തുടരും, ഞങ്ങൾ ആളെ കൊല്ലൂല എന്ന് പറയും. ആളെ കൊല്ലിലാണ് എന്ത് യുദ്ധം. പിന്നെ എക്യുപ്മെന്റ്സ് നഷ്ടപ്പെടുന്നതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. എല്ലാ യുദ്ധത്തിലും പങ്കെടുത്തു കഴിഞ്ഞാൽ ഒന്നാമത്തെ യുദ്ധവിമാനങ്ങൾക്ക് ദർ ഇസ് ഓൾവേസ് ആൻ അൺസർട്ടനിറ്റി, ഒരു അനിശ്ചിതത്വം ഉണ്ട് അവയെ സംബന്ധിച്ചിടത്തോളം. ഈ വിമാനം കൊണ്ട് മോളിക്കൂട്ടി സർക്കസ് കളിക്കല്ലേ. നമ്മുടെ പൈലറ്റ് കുഞ്ഞിരാമൻ കൊച്ചിയിൽ നിന്ന് ബോംബെയിലേക്ക് വിമാനം ഓടിക്കണ പോലെ അല്ലല്ലോ, യുദ്ധവിമാനമല്ലേ. അത് എന്തൊക്കെ മാനുവറിങ് ഒക്കെയാണ് നടക്കണത്, തലകുത്തി മറിയും അതും ഇതൊക്കെ. അപ്പം പരിക്ക് പറ്റും. എന്താ സ്പോർട്സിലൊക്കെ പോണ ആൾക്കാർക്ക് പരിക്ക് പറ്റും, താഴെ പോവും, ചത്തുപോകും, പൈലറ്റ് ചത്തുപോകും. അതൊക്കെ ഉണ്ടാവും ഇതിന്റെ ഭാഗം. അത് എന്താ പറയുക, അതുകൊണ്ട് തന്നെയാണ് ഈ വിമാനം വാങ്ങിച്ചിരിക്കുന്നത്, പറപ്പിക്കുന്നത്. അതെ അതെ അതെ. ഏതായാലും ഈ വാഷിംഗ്ടൺ പോസ്റ്റിന്റെ വാർത്ത വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. സുഡാപ്പികൾക്കും മുക്കാൽ മീഡിയക്കും വലിയ സന്തോഷമാണ്. അത് അമേരിക്കൻ വിരുദ്ധമായിട്ടുള്ള എല്ലാ വാർത്തകളും ഭയങ്കരമായിട്ട് പുകഴ്ത്തി ഭയങ്കരമായിട്ട് ബ്ലോ അപ്പ് ചെയ്ത് കൊടുക്കുമല്ലോ ആൾക്കാർ. ഇപ്പം ഇവിടെ BJP എവിടെയെങ്കിലും ഇലക്ഷൻ, ഏതെങ്കിലും ഒരു പഞ്ചായത്ത് ഇലക്ഷന് തോറ്റു കഴിഞ്ഞാൽ 56 പോയിന്റ് ഹെഡ്ലൈനിലാണ് നമ്മുടെ പത്രങ്ങൾ കൊടുക്കുന്നത്. BJP തോറ്റു തുന്നമ്പാടി. BJP ഗുജറാത്ത് പഞ്ചായത്ത് ഇലക്ഷൻ മുഴുവൻ തൂത്തുമായിട്ട് വാർത്ത. അത് വാർത്തയല്ല. അത് മേ ബി അതിനായിരിക്കും, അതിന് വാർത്താ പ്രാധാന്യം ഉണ്ടാവില്ല. BJP ജയിക്കാനുള്ള പാർട്ടിയാണ്. എപ്പോഴെങ്കിലും എവിടെയെങ്കിലും തോറ്റു കഴിയുമ്പോൾ നമ്മൾ KSRTCയുടെ കാര്യം വന്നപ്പോഴാണല്ലോ 1-ാം തീയതി ശമ്പളം കിട്ടിയെന്നുള്ള വാർത്തയായിരുന്നു. 1-ാം തീയതി ശമ്പളം കിട്ടുന്ന വാർത്തയായിരുന്നില്ല. ഇനിയിപ്പം ഈ UDFന്റെ സർക്കാർ വന്ന് എല്ലാവർക്കും സൗജന്യ യാത്ര കൊടുത്തു കഴിയുമ്പോൾ എന്താകുമോ KSRTC? ശമ്പളം കൊടുക്കാനുണ്ടോ അവരുടെ പൈസ? കണ്ടറിയാം. മലയാളി വിലയ്ക്ക് വാങ്ങിയ കിരീടല്ലേ. ഇപ്പോഴത്തെ ഇതാണെങ്കിൽ മലയാള മനോരമയ്ക്കും മാതൃഭൂമിക്കും കൂടി ഫൈനാൻസ് ചെയ്യാവുന്നതേ ഉള്ളൂ കേരള ഗവൺമെന്റിന്റെ കാര്യങ്ങളൊക്കെ. കാത്തിരിക്കാം. ഏതായാലും ഏറ്റവും പുതിയ വാർത്തകളുമായി ഞങ്ങൾ നിങ്ങൾക്കൊപ്പമുണ്ട്. ഞങ്ങൾക്കൊപ്പം സഞ്ചരിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു.